വെൽക്കം ടു സാപ്പിയൻ ട്രാവലോഗ്. ഇന്ന് നമ്മളുള്ളത് പെറ്റ് സ്റ്റേഷനിലാണ്. കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊരു അവധി ദിവസമാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നേരെ വന്നു, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുന്ന കൂടെ തന്നെ നമുക്ക് ഫിഷ് ഫീഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ജീവികളെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുകയോ മറ്റോ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക പാസ് എടുക്കണം. കയറി വരുന്നിടത്ത് തന്നെ ഒരു കോഴിക്കാർപ്പിൻ്റെ പോണ്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് ഫിഷസ് ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ തീറ്റ കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പാക്കറ്റ് ഫിഷ് ഫീഡ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ മേടിക്കുകയും ചെയ്യാം. വരുന്നവരെല്ലാം തന്നെ ഈ ഫിഷസിന് ഇവിടെ ഫീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിൽ കയറി ഫീഡ് എടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പല്ലി പോലത്തെ 2 ജീവികളെ ഒരു കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ അരയണ്ണം പോലത്തെ 2 പക്ഷികളെയും കാണാം. അതിൻ്റെ കൂടെ തന്നെ അവയ്ക്ക് നീന്താനുള്ള ഒരു കുളവും കാണാം. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പെറ്റ് സ്റ്റേഷൻ്റെ എൻട്രൻസ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു കേവ് പോലെയാണ്. പാറകൾക്കിടയിൽ ഉണ്ടാക്കിയ പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ പിരാനയും അരാപ്പയ്മയും ഇട്ടേക്കുന്ന അക്വേറിയം ടാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭീമൻ അരാപ്പയ്മകളാണ് ഈ ടാങ്കിലുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ അലിഗേറ്റർ ഗാറിന് ഇട്ടിരിക്കുന്ന ഒരു പോണ്ടും കാണാം. നല്ല വൈറ്റ് അലിഗേറ്റർ ഗാറാണ്. നല്ല രസമുണ്ട് അതിനെയും കാണാൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബംഗാൾ കാറ്റ് റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും ഈ കൂട്ടിൽ 2 എണ്ണം ഉണ്ട്. 2 പേരും റെസ്റ്റ് എടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബഡ്ഗറിഗർ എന്ന് പറയുന്ന ഒരു പക്ഷിയെയാണ്. ഒരു ലവ് ബേർഡ്സ് പോലെ ഇരിക്കുന്ന പക്ഷിയാണ്. ഇതിൻ്റെ ഒറിജിൻ ഓസ്ട്രേലിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഒരു അംബ്രല്ല കൊക്കറ്റൂനെ കാണാം. ഇന്തോനേഷ്യക്കാരിയാണ്. ആള് വന്നപ്പോൾ തൊട്ട് ഒരു പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗലാ കൊക്കറ്റൂനെ കാണാം. ഇതും ഒരു ആസ്ട്രേലിയക്കാരിയാണ്. നല്ല ഭംഗിയാണ് ഇതിനെ നേരിട്ട് കാണാൻ കേട്ടോ. തൊട്ടപ്പുറത്ത് ഒരു ഗ്രീൻ വിങ്ഡ് മക്കാവ് ഇരിപ്പുണ്ട്. അതിൻ്റെ അടുത്ത കൂട്ടിലും ഒരു ഹാർലിക്വിൻ മക്കാവിനെ നമുക്ക് കാണാം. ബൊളീവിയക്കാരിയാണ്. നല്ല രസമാണ് ഇതിനെയും കാണാൻ. ഈ മരക്കൊമ്പ് പോലെ നമ്മൾ കാണുന്നത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. വളരെ ഭംഗിയുള്ള ആക്റ്റീവായിട്ടുള്ള ബേഡ്സാണ് ഇവ. നമ്മുടെ ആംഗ്രി ബേഡ്സിലെ പക്ഷികളെ പോലെ ഇവ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലത്തെ ഒരുപാട് പക്ഷികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ലവ് ബേർഡ്സിൻ്റെ എല്ലാം കളക്ഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്വാൻസ്, ഡക്സ് അങ്ങനെയുള്ള പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഒരു പോണ്ടും ഒരു ഏരിയയും ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സ്വാൻസ് നമുക്കതിൽ നീന്തി നടക്കുന്നത് കാണാം. നല്ല രസമാണ് അവയെയും കാണാൻ. ഇത് ഓസ്ട്രേലിയൻ എക്ലിക്ടസ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. നല്ല രസമാണ് കാണാൻ. ഈ ഈസ്റ്റേൺ റോസലിനെയും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ബ്ലാക്ക് ക്യാപ്ഡ് ലോറി. പക്ഷികളെല്ലാം വളരെ വൃത്തിയുള്ള കൂടുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസവുമാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് വെറൈറ്റി ഇനം പക്ഷികൾ ഇവിടെയുണ്ട്. നിങ്ങളൊരു പക്ഷി സ്നേഹിയാണെങ്കിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും എല്ലാ പക്ഷികളെയും ഒന്ന് കാണാം. ഇതാണ് സുഹറ. സുഹറ ഒരു മിനിയേച്ചർ ഹോഴ്സാണ്. അമേരിക്കക്കാരിയാണ് കേട്ടോ.
ഇതാണ് കേട്ടോ പുംഗനൂർ കവ്. ഇന്ത്യ തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്ഥലം. ആന്ധ്രാപ്രദേശിലെ പുംഗനൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബ്രീഡാണ് പുംഗനൂർ കുള്ളൻ പശു. വളരെ അപൂർവവും കൗതുകവും ഉയർന്ന വില നിലവാരവുമുള്ള ഒരു ബ്രീഡാണ് കേട്ടോ പുംഗനൂർ കവ്. ചാണകത്തിന് ദുർഗന്ധം ഉണ്ടാവില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഇവ ഏറ്റവും വൃത്തിയുള്ള പശു എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയാണ്. ഇതൊരു ഇന്ത്യൻ കുതിരയാണ് കേട്ടോ, മാർവാരി ഹോഴ്സ്. പിന്നീട് നെക്സ്റ്റ് കൂട്ടിൽ നമുക്കൊരു ഒട്ടകപക്ഷിയെ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടടുത്ത് തന്നെ പതിവ് പോലെ യമുനയും സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സിങ്കോട്ട്. ചൈനയിൽ നിന്ന് വന്ന ഒരു ആടാണ്. ചൈനയും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന പോലെ ഈ ചൈനക്കാരൻ സിങ്കോട്ടും ബാർബാരി ഗോട്ടും അതിർത്തി പങ്കിടുകയാണ് ഇവിടെ. അതിന്റെ തൊട്ടടുത്ത് നമുക്ക് ബ്രഹ്മ കോഴീനത്തെ കാണാം. പിന്നീട് ഒരു മിനിയേച്ചർ ഡോങ്കയെയും കാണാം. ഈ ചാടി നടക്കുന്ന മിടുക്കനാണ് കേട്ടോ സ്കുറൽ മങ്കി. നല്ല ഭംഗിയാണ് ഇവയെ കാണാൻ, കയ്യിൽ നല്ല മഞ്ഞ നിറമൊക്കെ ആയിട്ട്. ഇത് നമ്മൾ മുമ്പേ കണ്ട ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾക്ക് പക്ഷികളെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനും എല്ലാം സൗകര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടേംഡ് ആയിട്ടുള്ള പക്ഷികളെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഈ മക്കവും ഇതിനുവേണ്ടി തന്നെ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പൈത്തൺ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയും നമുക്കിവിടെ കയ്യിലെടുക്കാം. ഇതിനെല്ലാം സെപ്പറേറ്റ് പാസ് ഉണ്ട്. അത് നമുക്ക് ഒന്നുകിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നും എടുക്കാം. ഇഗ്വാനയും നമുക്കിങ്ങനെ കയ്യിൽ വെക്കാൻ കിട്ടും കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫെസൻറ്റുകളെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ കൂടുണ്ട്. ധാരാളം നല്ല രസമുള്ള ഫെസൻറ്റുകളെ നമുക്ക് ഈ കൂട്ടിൽ കാണാം. പിന്നീട് നായ്ക്കളെ സൂക്ഷിച്ചിരിക്കുന്ന സെക്ഷനിലോട്ട് പോയി അവിടെ റോട്ട് വീലർ, കാനക്കോഴ്സോ അങ്ങനെ ഒരുപാട് ഡോഗ് ബ്രീഡ്സിനെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടുകളെല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മിടുക്കൻ്റെ പേരാണ് മീർക്കറ്റ്. ഇവൻ നമ്മുടെ ക്യാമറയ്ക്കിട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം. ഇതാണ് ഗോൾഡ് ഫിഞ്ച്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ കളർ യെല്ലോ അല്ലേ എന്ന്. അതെനിക്കും സംശയം വന്നു. പക്ഷേ ഇതിൻ്റെ പേര് ഗോൾഡ് ഫിഞ്ച് എന്നാണ്. ഇവിടെ മറ്റൊരു കോയി പോണ്ടുണ്ട്. അതിൽ ആദ്യം കണ്ട പോണ്ടിനേക്കാൾ ഒരുപാട് അധികം ഫിഷസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓടി വന്ന് കൈക്കുള്ളിലോട്ട് കയറും. നല്ല ഭംഗിയാണ്. കുരങ്ങ് വർഗത്തിൽപ്പെട്ട 2 ജീവികളെ നമുക്കിവിടെ കാണാം. അതിനുശേഷം പ്രാവുകളുടെ ഒരു വലിയ കളക്ഷൻ കാണാം കേട്ടോ. ഈ വലകൾക്കിടയിലൂടെ ക്യാമറ കടത്തി കുറച്ച് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇവനാണ് സ്ഫിങ്സ് ക്യാറ്റ്. ഒരിടയ്ക്ക് ഇവിടുത്തെ വലിയ താരമായിരുന്നു ഇവൻ. നല്ല വില കൂടിയ ഒരു ഇനമാണ് സ്ഫിങ്സ് ക്യാറ്റ്. കാനഡയാണ് ഇവന്റെ ഒറിജിൻ കേട്ടോ. ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് കേട്ടോ ഇവന്റെ പ്രത്യേകത. അതിന്റെ തൊട്ടടുത്ത കൂട്ടിൽ തന്നെ നമ്മുടെ പേർഷ്യൻ ക്യാറ്റിനെയും ബംഗാൾ ക്യാറ്റിനെയും നമുക്ക് കാണാം. പിന്നീട് നമുക്ക് അക്വേറിയം സെഷനിലോട്ട് പോകാം. അവിടെ നമുക്ക് ടെട്രയുടെ ഒരു വലിയ ടാങ്ക് കാണാം. 100 കണക്കിന് ടെട്രകളാണ് കേട്ടോ ആ ടാങ്കിലുള്ളത്. അതിന്റെ തൊട്ടടുത്തൊരു മറൈൻ അക്വേറിയം ഉണ്ട്. അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിന്റെ തൊട്ടടുത്ത് പാരറ്റ്, ഓസ്കാർ തുടങ്ങിയ മീനുകളെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അക്വേറിയം കൂടി നമുക്ക് കാണാം. ഈ ഫെററ്റിന്റെ വീഡിയോ എടുക്കാൻ ഞാനൊരു 10 മിനിറ്റെങ്കിലും അവിടെ നിന്നിട്ടുണ്ട്. അവൻ എപ്പോഴും തലയും താഴ്ത്തി വെച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ പൈത്തൺസിൻ്റെ ഒരു സെക്ഷനിലോട്ട് ചെല്ലും. പല കളറിലുള്ള വളരെ ഭംഗിയുള്ള പൈത്തൺസിനെ നമുക്ക് ഈ സെക്ഷനിൽ കാണാം കേട്ടോ.
പൈത്തൺസിന്റെ തൊട്ടടുത്ത് തന്നെ എലികളുടെ ഒരു സെക്ഷനും നമുക്ക് കാണാം. നമ്മുടെ നാടൻ എലി മുതൽ പല വെറൈറ്റി എലികളെയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എലികളുടെ സെക്ഷനോട് ചേർന്ന് തന്നെ ഗിനിപ്പന്നികളെയും മുയലുകളെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ ചത്തതല്ല കേട്ടോ, ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ഈ മക്കാവൂസ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, ഇവിടെ ഒരു ഫെദറിന് പോലും ഒരു ഡാമേജ് ഇല്ല. നല്ല ഭംഗിയാണ് ഇവയെ കാണാൻ. ഇവന്റെ പേരാണ് ചാനൽ ബിൽഡ് ടൂക്കൺ. ബ്രസീലുകാരനാണ് കേട്ടോ ഇവൻ. നമ്മളധികം കാണാത്തൊരു വെറൈറ്റി ബേർഡാണ് കേട്ടോ ഇത്. പിന്നീട് നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ഭീമൻ എട്ടുകാലിയെ നമുക്ക് കാണാം. അതിന്റെ തൊട്ടപ്പുറത്ത് ഷുഗർ ഗ്ലൈഡറിനെ നമുക്ക് കാണാം. ഒരുപാട് ശ്രമിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ കിട്ടിയത്. അതങ്ങ് മൂലയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതിന്റെയും അപ്പുറത്ത് ഗ്രീൻ ട്രീ ഫ്രോഗിനെ നമുക്ക് കാണാം. കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ, കാരണം ഈ ലൈറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അവിടെ തന്നെ ഒരു സ്നേക്കിനെയും സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്ന ഇവരുടെ ഷോപ്പിലേക്കാണ്. അവിടെ കുറെ ടെട്രകളെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സിന് ആവശ്യമായ ആക്സസറീസ്, തൊപ്പികൾ, പാവകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഈ കുതിരകളെ കാണാം. നല്ല ഭംഗിയാണ് അവയെയും കാണാൻ. ഈ പെറ്റ് സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ മുമ്പിൽ നല്ലൊരു കടൽ തീരമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ സൺസെറ്റ് കാണാൻ അങ്ങോട്ട് പോയെങ്കിലും മഴക്കാറായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. കുറച്ചു നേരം അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരിച്ചു മടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.